പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 16. പ്രധാന വാർത്തകൾ. അടുത്ത വർഷത്തെ അറബ് ടൂറിസത്തിന്റെ തലസ്ഥാനമായി തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സൂറിനെ തിരഞ്ഞെടുത്തു. ദോഹയിൽ നടന്ന അറബ് ടൂറിസം മന്ത്രിതല സമിതിയുടെ 26ാമത് സമ്മേളനത്തിലാണ് സൂറിന് വിശിഷ്ട അംഗീകാരം ലഭിച്ചത്. ടൂറിസം മേഖലയിലെ ഉപരിതല സൗകര്യം, ടൂറിസം പദ്ധതികളിലുള്ള വൈവിധ്യങ്ങൾ, പരിസ്ഥിതി സംരക്ഷണത്തിന് കാണിക്കുന്ന നിർദ്ദേശങ്ങൾ, ചരിത്രപരവും സാംസ്കാരികമായ സുഭിക്ഷത, വിവിധ കാലഘട്ടങ്ങളിലെ പുരാവസ്തു കേന്ദ്രങ്ങൾ സംരക്ഷിക്കൽ, ഇത്തരം സൈറ്റുകളുടെ എണ്ണം, യുനെസ്കോ പുരാവസ്തു പട്ടികയിൽ ഇടം പിടിച്ച കേന്ദ്രങ്ങളുടെ എണ്ണം, ബീച്ചുകൾ, താഴ്വരകൾ, നീരൊഴുക്കുകൾ, ഗുഹകൾ തുടങ്ങിയ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങൾ പരിഗണിച്ചാണ് സൂറിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സൂർ ടൂറിസം അടക്കമുള്ള നിരവധി മേഖലകളിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നതാണ്. നിലവിൽ ജോർദനിലെ മാദാബായാണ് ടൂറിസം ക്യാപിറ്റൽ. 2006 നിസ്വയായിരുന്നു അറബ് തലസ്ഥാനം. അതിനുശേഷമാണ് ആദ്യമായാണ് ഒമാനിലെ ഒരു നഗരത്തിന് ഈ ബഹുമതി ലഭിക്കുന്നത്. ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വിപുലമായ ബന്ധങ്ങളും വിവിധ മേഖലകളിൽ അവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. പൊതുവായ താൽപ്പര്യമുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളിൽ ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറി. ഇരുഭാഗത്തു നിന്നുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി, ഇന്ത്യയിലെ ഒമാൻ അംബാസിഡർ ഇസാ സാലിഹ് അൽ ഷിബാനി, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ കോൺസുലർ, പാസ്പോർട്ട്, വിസ, ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് സെക്രട്ടറി മുക്തേഷ് പർദേശി, വിദേശകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അസീം രാജ മഹാജൻ, ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പരിസ്ഥിതി അതോറിറ്റി വടക്കൻ ബാത്തിനയിൽ 50,000 കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പ്രചാരണ ക്യാമ്പയിൻ നടത്തി. OQ കമ്പനിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പയിനിൽ നിരവധി സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പ്രാദേശിക കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ പങ്കാളികളായി. മസ്കത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ കുറിയാത്ത് വിലായത്തിലെ റെസ്റ്റോറന്റുകളിലും കഫേകളിലും പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യവും നിലനിർത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത 44 കിലോയിലധികം ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. 17 റെസ്റ്റോറന്റുകളിൽ നിയമലംഘനം കണ്ടെത്തുകയും ചെയ്തു. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. പ്രമുഖ കവി അബ്ദുൽ അസീസ് സൗദ് അൽ ബാബ്തൈൻ അന്തരിച്ചു. അറബ് കവിതകളെയും സാഹിത്യത്തെയും ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സജീവമായിരുന്നു അബ്ദുൽ അസീസ് സൗദ് അൽ ബാബ്തൈൻ. നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. കുവൈത്ത് കൾച്ചറൽ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായിരുന്നു. സാംസ്കാരികവും മാനുഷികവുമായ മേഖലകളിലെ പ്രവർത്തനത്തിന് ലോകമെമ്പാടുമുള്ള പ്രശസ്ത സർവകലാശാലകൾ 14ലധികം ഓണററി PhDകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. മുസന്നയിൽ 5 വാഹനങ്ങൾക്ക് തീയിട്ട സംഭവത്തിൽ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ പൗരത്വമുള്ള 2 പേരെ തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. പ്രഥമ സന്ദർശനത്തിനായെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിനും ഉന്നതതല പ്രതിനിധി സംഘത്തിനും ഇന്ത്യയിൽ ഊഷ്മള വരവേൽപ്പ്. വൈകിട്ടോടെ ന്യൂഡൽഹിയിലെത്തിയ സുൽത്താനെയും പ്രതിനിധി സംഘത്തെയും വിദേശ പാർലമെന്ററി സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ്, ഇന്ത്യയിലെ ഒമാൻ അംബാസഡർ ഇസാ സാലിഹ് അൽ ഷിബാനി, നിരവധി ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെ ഒമാൻ എംബസിയിലെ അംഗങ്ങളും സ്വീകരണത്തിൽ പങ്കെടുത്തു. സുൽത്താനെ സ്വാഗതം ചെയ്ത് വിദ്യാർത്ഥി സംഘത്തിന്റെ നൃത്ത പരിപാടികളും അരങ്ങേറി. 3 ദിവസത്തെ സിംഗപ്പൂർ സന്ദർശനം പൂർത്തിയാക്കിയാണ് സുൽത്താൻ വെള്ളിയാഴ്ച ഇന്ത്യയിലെത്തിയത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ സുൽത്താന് രാഷ്ട്രപതി ഭവനിൽ ശനിയാഴ്ച ഔദ്യോഗിക സ്വീകരണം നൽകും. ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഇന്ത്യ സന്ദർശനം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒമാൻ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. സുൽത്താൻ ഹൈതം ന്യൂഡൽഹിയിൽ നടത്തുന്ന ഇന്ത്യൻ രാഷ്ട്രതലവന്മാരുടെ കൂടിക്കാഴ്ചയിൽ വ്യാപാരം, നിക്ഷേപമടക്കമുള്ള എല്ലാ മേഖലകളിലും കൂടുതൽ സഹകരണമുണ്ടാക്കാൻ സഹായകമാകും. ഇന്ത്യയും ഒമാനും തമ്മിൽ മികച്ച വ്യാപാര ബന്ധമാണ് നിലനിൽക്കുന്നത്. ഈ വർഷം 3ാം പാദത്തിന്റെ അവസാനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ
1.4 കോടി റിയാലിൻ്റെ വ്യാപാര ബന്ധമാണുള്ളത്. ഈ കാലയളവിൽ ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി 699.2 ദശലക്ഷം റിയാലാണ്. വ്യവസായം, നിർമ്മാണം, വ്യാപാരം, ഗതാഗതം, വാർത്താവിനിമയം, എണ്ണ, ഗ്യാസ്, ഖനം, വിദ്യാഭ്യാസം, കൃഷി, മത്സ്യം, വിനോദസഞ്ചാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യൻ നിക്ഷേപം. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം പരിഗണിച്ച് കഴിഞ്ഞ G20 സമ്മേളനത്തിൽ ഒമാനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നു. ചരിത്ര, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ ഒമാനും ഇന്ത്യയും തമ്മിൽ ഏറെ ആഴത്തിലുള്ള ബന്ധമാണുള്ളതെന്ന് ഇന്ത്യയിലെ ഒമാൻ അംബാസിഡർ ഇസാ സാലിഹ് അൽ ഷിബാനി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് സുൽത്താന്റെ സന്ദർശനമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളിയാണ് ഒമാൻ. ദുഃഖമിൽ ഇന്ത്യയുടെ നേവി ആക്സസ് അനുവദിക്കുന്നതിന് നേരത്തെ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. ഒമാനും ഇന്ത്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികപരവുമായ സുദൃഢ ബന്ധമാണുള്ളത്. സംവത്സരങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വ്യാപാര വാണിജ്യ ബന്ധം പൂർവാധികം ഇന്നും തുടരുന്നു. 100-ലേറെ ഇന്ത്യൻ കമ്പനികളും 7 ലക്ഷത്തോളം പ്രവാസികളും ഒമാന്റെ മണ്ണിൽ ഇപ്പോഴുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.